ഇത് പെട്ടെന്ന് ഇയാൾ ഈ ബസ് കണ്ടപ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി ബസ്സിലിടിക്കുകയാണ് ചെയ്തത്. ബസ്സിന്റെ കഴിവുകൊണ്ടാണ് അത്ര ആക്സിഡന്റ് കുറഞ്ഞു കിട്ടിയത്. ഇടിച്ച് നിരക്കി മതിൽ കൊണ്ടങ്ങ് ഇടിക്കുകയാണ് ചെയ്തത്. മതിൽ പോയങ്ങ് ഇടിച്ച് അവിടെ കാണാം, മതിൽ പൊളിഞ്ഞ് കിടക്കണം. ഈ സൈഡിലേക്ക് ഒതുക്കിയതുകൊണ്ട് ബസ് അത്രയും ഒതുക്കിയതുകൊണ്ട് വലിയൊരു ആക്സിഡന്റ് ഒഴിവായി പോയി. നമസ്കാരം, ഇത് കവലൂരാണ്. കവലൂരിൽ നിന്ന് രാവിലെ ഒരു വലിയ ആക്സിഡന്റ് നടന്നു. ഒരു പക്ഷേ ഒരുപാട് പേർ നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയ അപകടമായിരുന്നു. എന്നാൽ എന്താ പറയുക, ഈ ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം 5 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ. ടിപ്പർ ഒരു ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് വന്ന് ബസ്സിലേക്ക് തട്ടുകയായിരുന്നു. ബസ് മാക്സിമം ഒതുക്കി. ഇങ്ങ് കാണാം, എൻ്റെ പിറകിൽ കാണുന്ന ഈ മതിൽ കാണാം. ഈ മതിലൊക്കെ ഇടിഞ്ഞങ്ങ് അപ്പുറത്തേക്ക് പോയി. എന്തായാലും ഈ സൈഡിലേക്ക് ഒതുക്കിയതുകൊണ്ട് ബസ് അത്രയും ഒതുക്കിയതുകൊണ്ട് വലിയൊരു ആക്സിഡൻറ്റ് ഒഴിവായി പോയി. എല്ലാവരും നമ്മുടെ പറയുന്ന ടിപ്പറുകാരുടെ കുഴപ്പമെന്ന് പറയുന്ന ടിപ്പർ ഒരു ഓട്ടോയെ ഓവർടേക്ക് വരികയായിരുന്നു. മാക്സിമം ബസ് വെട്ടി ഒഴിച്ചത് കൊണ്ടാണ് ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ആഘാതം കുറഞ്ഞത്. ഇത് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ബസ് എങ്ങനെയാണ് പോയതെന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ആ ടിപ്പറിൻ്റെ വരവ് കണ്ടുകൊണ്ട് അദ്ദേഹം മാക്സിമം ഇത്രയും വെട്ടി ഒഴിച്ച് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ 3 വണ്ടിയാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ഈ പറയുന്ന ഓവർടേക്ക് ചെയ്ത് കയറി വന്ന ടിപ്പർ ഈ ബസ്സിലിടിച്ചു. ആ ടിപ്പറിൻ്റെ ബാക്കിൽ ഓട്ടോ ഇടിച്ചു. അങ്ങനെ 3 വണ്ടിയാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ഇവിടെ നിന്ന് ബസ് ഇങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. ഇങ്ങോട്ട് ഈ ഒരു ഓടയിൽ കൂടി ബസ് അങ്ങോട്ട് പോവുകയായിരുന്നു. കറക്റ്റ് ഓടയും ആ മതിലും ചേർത്ത് ഉരച്ചാണ് പണിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഒഴിവായി കിട്ടിയത്. ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പർ അവിടെ നിന്ന് ഇച്ചിരി ഓവർ സ്പീഡായിരുന്നു. അപ്പോൾ RKV ബസ് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്കലയ്ക്ക് പോവുകയായിരുന്നു. അപ്പോഴോ ഇവിടെ ഈ 2 വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള സ്ഥലമില്ല കലിങ്കിൽ. അപ്പോൾ അതിന് ടിപ്പർ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു ഒരു ഓട്ടോയെ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇയാൾ ഈ ബസ് കണ്ടപ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി ബസ്സിലിടിക്കുകയാണ് ചെയ്തത്. ബസ്സുകാർ മാക്സിമം അങ്ങ് ചാലിലിറക്കി വണ്ടി അങ്ങ് ചാലി വീണ് പോയി. ആ വണ്ടിയെ ഇടിച്ച് നിരക്കി കൊണ്ടങ്ങ് മതിൽ ഇടിക്കുകയാണ് ചെയ്തത്. ടിപ്പറിൻ്റെ പ്രശ്നമാണ്. തന്നെ 100% ടിപ്പറിൻ്റെ പ്രശ്നമാണ്. ബസ്സുകാരൻ ഇത് കയറി ഈ കലുങ്ക് അങ്ങ് കയറി ഇറങ്ങി. കലുങ്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ചെറിയ വീതിയേ ഉള്ളൂ, ചെറിയ കലുങ്കാണ്. അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കാണ് ഈ വണ്ടി വന്ന് ഇടിക്കുന്നത്. ഇടിച്ച് നിരക്കി മതിൽ കൊണ്ടങ്ങ് ഇടിക്കുകയാണ് ചെയ്തത്. മതിൽ പോയങ്ങ് ഇടിച്ച് അവിടെ കാണാം, മതിൽ പൊളിഞ്ഞ് കിടക്കണം. ഓവർ സ്പീഡ് ഓവർടേക്ക് ചെയ്ത് ആ ഒരു ഓട്ടോയെ ഓവർടേക്ക് ചെയ്താണ്. 5 പേർക്ക് പരിക്കുണ്ടല്ലേ? നിസ്സാര പരിക്ക്. അത് ഒരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ. ബസ്സിൽ നിന്ന് അങ്ങനെ തെറിച്ച ആളുകൾ പുറത്തേക്ക് വീണെങ്കിൽ വലിയ അപകടമാണ്. ഇതെനിക്ക് ടിപ്പറുകാരന് മാത്രമേ വലിയ പ്രശ്നമുള്ളൂ തോന്നണം. വേറെ ഒന്നും അതിന് ഒത്തിരി അയാളെ അതിൽ നിന്ന് ഞെരിങ്ങി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പുറത്തെടുത്തെന്ന് തോന്നുന്നു. ഒരു പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ടല്ലേ? അപ്പോൾ 5 പേർക്ക് നിസ്സാര പരിക്കുകളും ടിപ്പറിൻ്റെ ഡ്രൈവർക്ക് മാത്രമേ അത് സാരമായിട്ടുള്ള പരിക്കുകളെന്ന് തോന്നുന്നു. ഒരു പക്ഷേ വണ്ടിയിൽ നിന്നൊക്കെ തെറിച്ച് പോയിരുന്നെങ്കിൽ അല്ലേ? മിക്കവാറും ബസ് ഇല്ല, ഡ്രൈവറുടെ ഇതുകൊണ്ടാണ് ആക്സിഡന്റ്. ടിപ്പറിന്റെ കുഴപ്പമാണെന്ന് പറയുന്നത്. ടിപ്പറിനല്ല, ബസ്സിന്റെ കഴിവുകൊണ്ടാണ് അത്ര ആക്സിഡന്റ് കുറഞ്ഞു കിട്ടിയത്. പുള്ളി അങ്ങ് ചേർത്തങ്ങെടുത്തു. അതിലിടിഞ്ഞെങ്കിലും അതിലിരുന്നവർക്കൊന്നും വലിയ പരിക്കൊന്നുമില്ല. കലുങ്കാണ്, ഒരു കൊടും വളവാണ്. ഈ വളവിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യുന്ന നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആശാമാർ പറഞ്ഞിരുന്നതാണ്. ആ ഒരു വളവിലാണ് ഈ ടിപ്പർ അമിത വേഗത്തിൽ ഇങ്ങനെ ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് കടന്നു വന്നത്. ഈ അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ്, അമിത വേഗത, ഈ വളവുകളിലെ ഓവർടേക്കിംഗ് അല്ലെങ്കിൽ ഉറങ്ങിപ്പോകൽ, ഇതൊക്കെ കൊണ്ടാണ് ആക്സിഡൻറ്റുകൾ ഭൂരിഭാഗം സംഭവിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ആശ്വസിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 3 വണ്ടി ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് പോലും 5 പേർക്ക് മാത്രമേ പരിക്കേറ്റുള്ളൂ. അതുകൊണ്ട് ആശ്വസിക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊക്കെ ഓടിക്കുന്ന വണ്ടിക്കകത്ത് ഒരുപാട് മനുഷ്യജീവനുകളും കൂടെ ഉണ്ടെന്ന് കൂടി ആലോചിക്കുക. എക്സ്പ്രസ് വണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.